കോഴിക്കോട്ടാണ് ഇന്നലെ ഒരു വലിയ ദാരുണമായ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. അവിടെ കാറിന് തീപിടിച്ച് ഗർഭിണിക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. കക്കറമുക്ക് സ്വദേശി സോനയാണ് മരിച്ചത്. പേരാമ്പ്ര ചെറുവണ്ണൂരിലായിരുന്നു അപകടം. കാറിലൊപ്പമുണ്ടായിരുന്ന ഭർത്താവ് ലാലുവിന് ഗുരുതരമായി പൊള്ളലേറ്റു. ലാലുവിനെ മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഈ കാറിന് തീപിടിക്കുന്ന വിഷയങ്ങൾ അങ്ങനെ കേട്ടിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ഭയാനകരമായ രീതിയിൽ, നമ്മളെയൊക്കെ പേടിപ്പെടുത്തുന്ന രീതിയിൽ ഈ സംഭവം നടക്കുകയാണ്. എന്താണ് ഇതിന് കാരണമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്? ഇന്നലെ എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്നലെ രാത്രി ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് ചെറുവണ്ണൂർ പഞ്ചായത്തിലെ 13-ാം വാർഡ് വരുന്ന ഭാഗത്ത് വെച്ച് ഈ നാടിനെ നടത്തിയ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. മരിച്ച സോന 6 മാസം ഗർഭിണിയായിരുന്നു എന്നതാണ് ഏറെ സങ്കടകരമായ വസ്തുത. ഇവർ ഈ ആശുപത്രിയിൽ പോയി സോനയെ കാണിച്ച ശേഷം തിരിച്ച് വരുന്നതിനിടെയാണ് കാറ് കത്തിയത്. കാറിന്റെ പിൻഭാഗത്താണ് ആദ്യം പുക പ്രത്യക്ഷമായത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു വലിയ തീ ആഞ്ഞ് ആ പുറകുഭാഗം പൂർണ്ണമായി കത്തിനശിക്കുകയും ആ തീയിൽ ആണ് ഈ ഗർഭിണിയായ സോനയ്ക്ക് മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ കാറ് ഓട്ടത്തിനിടയിൽ നിന്ന് കത്തുന്ന ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ ആ അടുത്തുള്ള ആളുകളൊക്കെ കൂടി സംഭവ സ്ഥലത്തേക്ക് എത്തി. എന്നാൽ ഡ്രൈവർ സീറ്റിൽ നിന്നും റിജിന് പുറത്തേക്ക് ഇറങ്ങാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞുവെങ്കിലും ഈ പിൻഭാഗത്തുണ്ടായിരുന്ന സോനയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. പിൻഭാഗത്തെ ഡോറ് ലോക്കായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉള്ളിൽ ഇതോടുകൂടി ഈ സോന കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അടുത്തന്നെ ഉള്ള പാടത്ത് നിന്നും വെള്ളമൊക്കെ കോരി ഒഴിച്ച് നാട്ടുകാർ തീയണയ്ക്കാനും ഇവരെ പുറത്തെടുക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തി. ഈ ഭർത്താവ് അടുത്ത തോട്ടിൽ ഇറങ്ങിയാണ് വസ്ത്രത്തിലെ തീയണയ്ക്കാൻ പോലും കഴിഞ്ഞത്. അദ്ദേഹത്തെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നാലെ പേരാമ്പ്രയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയ ശേഷമാണ് സോനയുടെ മൃതദേഹം പുറത്തെടുക്കാൻ പോലും കഴിഞ്ഞത്. ഈ കാറിന്റെ പിൻഭാഗത്ത് വലിയ തോതിൽ തീ പിടിച്ചപ്പോഴും മുൻഭാഗത്ത് കാര്യമായി തീ പിടിച്ചിരുന്നില്ല. എന്തായാലും മേപ്പേർ പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അപ്പോൾ തന്നെ സംഭവ സ്ഥലത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം സ്ഥലത്തെ ഒരു പ്രാദേശിക തലത്തിലുള്ള ഒരു ആശുപത്രിയിലേക്ക് മാറ്റിയ സോനയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടക്കുകയും ചെയ്യും. എന്തായാലും എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നതിനെ കുറിച്ച് ഇപ്പോഴും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഒരു സ്വിഫ്റ്റ് കാറിനാണ് തീപിടിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഓട്ടത്തിൽ ഇത്ര മാരകമായ രീതിയിൽ ഒരു അപകടം ഉണ്ടാകുന്ന പോലെ ഒരു തീപിടുത്തം ഉണ്ടായത്? ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള കാര്യങ്ങളാണോ ഈ തീപിടുത്തത്തിൽ നയിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് പോലീസ് പരിശോധിക്കും. ഫോറൻസിക് വിഭാഗം തെളിവുകൾ നടത്തും. ഒപ്പം മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗമായ പരിശോധന ഉണ്ടാവും. എങ്ങനെ ഇത്ര വലിയൊരു തീപിടുത്തം ഉണ്ടായി എന്ന ഒരു ഞെട്ടലാണ് നാട്ടുകാർക്ക് പോലും. തീർച്ചയായും വലിയ ഞെട്ടലിലാണ് നാട്ടുകാർ. ആ ദൃശ്യങ്ങളും നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. ഗർഭിണിയായ ഒരു സ്ത്രീയാണ്, 6 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയാണ് കാറിനുള്ളിൽ വെന്ത് മരിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.